യേശുവിൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രഘോഷണത്തിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ വിജാതീയരാകുന്ന ബലിവസ്തുക്കളെ പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിച്ച് ദൈവത്തിന് സ്വീകാര്യമാക്കി തീർത്തു. ഒത്തിരി സഹനങ്ങളിലൂടെ അതിനുവേണ്ടി അദ്ദേഹം കടന്നുപോയി. അദ്ദേഹം തന്നെ പറയുന്നു, നമ്മളിൽ ആന്തരിക മനുഷ്യനും ബാഹ്യ മനുഷ്യനുമുണ്ട്. ദൈവത്തിന് പ്രീതികരമായി ജീവിച്ച് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആന്തരിക മനുഷ്യൻ, എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് ലോകത്തോട് മമത പുലർത്താൻ ആഗ്രഹിക്കുന്ന ശരീരമാകുന്ന ബാഹ്യ മനുഷ്യൻ. നമ്മളോട് തന്നെ സുവിശേഷം പ്രഘോഷിക്കണം. സുവിശേഷം വായിച്ച് നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ബാഹ്യ മനുഷ്യനെ പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിച്ച് ദൈവത്തിന് സ്വീകാര്യമായി ബലിയായി സമർപ്പിക്കണം. ആ ബലി അർപ്പണമാണ് യഥാർത്ഥ ആരാധന എന്ന് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കുള്ള ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.